മോളി വർഗീസ്. അടുത്ത ആള് ഷാലി ആൻ്റണി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മോളി വർഗീസ്, വെട്ടക്കൽ നിന്നും വരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 6 വർഷമായി. ഞാനും 2 കുട്ടികളും കൂടിയുള്ള താമസമാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിച്ചു പോരുന്നത്. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഇനി എന്തെങ്കിലും ഒരു ചെറിയ തൊഴിൽ എനിക്കില്ലെങ്കിൽ എൻ്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഡിസംബർ മാസം പ്രാർത്ഥനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എന്ത് കാര്യസാധ്യത്തിനാണ് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ആ കാര്യം സാധിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കിട്ടുമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ഞാൻ അതനുസരിച്ച് കരഞ്ഞു അമ്മയോടും പ്രാർത്ഥിച്ചു. അങ്ങനെ മടങ്ങിപ്പോയി. കഴിഞ്ഞ ആ ഡിസംബർ മാസം അവസാന ആഴ്ചയിൽ തന്നെ എനിക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഒരു കാർഡ് വന്നു. പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ മാർച്ച് മാസം 10-ാം തീയതി ഒരു സർക്കാർ ജോലിയിലേക്ക് എന്നെ വിളിച്ചു, ജോയിൻ ചെയ്തു. എൻ്റെ കുടുംബത്തിന് അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ എന്നും നന്ദി പറയുന്നു. കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തമായി മഹത്വപ്പെടുത്തിക്കേ. അടുത്ത ആള് പേര് അടുപ്പിച്ച് വെച്ചോളൂ. യേശുവെ നന്ദി, യേശുവെ സ്വസ്ത്രം. എൻ്റെ പേര് ഷാലി ആൻ്റണി. ഞാൻ മാടക്കൽ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് ഭയങ്കര നെഞ്ചുവേദനയായിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ അത് ഡോക്ടർമാർ നോക്കിയിട്ടൊന്നും ഒരു അസുഖമില്ലെന്ന് ആണ് എല്ലാ ടെസ്റ്റിലും പറഞ്ഞത്. പക്ഷേ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാനൊരു ദിവസം രാത്രി വീട്ടിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മകളെ കൃപാസനത്തിലെ പത്രം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ നെഞ്ചത്ത് വെച്ച് പറഞ്ഞു, അമ്മേ ഇപ്പം മാറുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ വെഞ്ചരിച്ച ഉപ്പ് കലക്കി എനിക്ക് കുടിക്കാൻ തന്നു. ഞാനത് കുടിച്ചു കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നി, ഇത് മാറുകയാണെങ്കിൽ ഞാൻ വന്നിവിടെ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അത് മാറുകയും പിന്നെ ഇന്ന് വരെ എനിക്ക് ആ നെഞ്ചുവേദന വന്നിട്ടുമില്ല. യേശുവെ സ്തുതി, യേശുവെ നന്ദി. ായിട്ട് കരങ്ങളടിച്ചൊന്ന് മഹത്വപ്പെടുത്തി ഒരിക്കൽ കൂടി. ഓക്കെ, അടുത്തത് മേരി ജോൺ. മേരി ജോൺ, ഫ്രാൻസിസ് ബിജു, കെയർ ഓഫ് മേരി അല്ല കുഞ്ഞ് ഈരശ്ശേരിയിൽ. യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി. ദൈവമേ, ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ പേരിലും എൻ്റെ പേരിലുമാണ്. എൻ്റെ ഭർത്താവിന് 15 വയസ്സ് മുതൽ ആസ്മ എന്ന കോട്ടൽ വരുമായിരുന്നു. കടലിൽ പോകുന്ന ആ വ്യക്തിക്ക് കടലിൽ പോയും വള്ളത്തിൽ വെച്ചും കോട്ടൽ വന്ന് ഓരോരുത്തർ താങ്ങിക്കൊണ്ടും വരുമായിരുന്നു. എൻ്റെ ഭർത്താവ് സ്ഥിരമായി ഗുളിക കഴിക്കുമായിരുന്നു. എൻ്റെ ഭർത്താവ് സ്വല്പം മദ്യപാനിക്കുകയും ചെയ്യും. എൻ്റെ ഭർത്താവിന് ഇന്ന് ഈ 2-2.5 വർഷമായി കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ കുടുംബത്തോട് വന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അമ്മയും മക്കളും കൂടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഇന്ന് ഈ കൃപാസനത്തിൽ വരുന്ന ഈ ദിവസം വരെ കോട്ടൽ എന്ന് പറഞ്ഞ അസുഖം വന്നിട്ടില്ല. എൻ്റെ ഭർത്താവ് ഗുളിക കഴിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ 3 പെൺകുട്ടികളാണ്. കുട്ടികൾ മൂത്ത കുട്ടി +2 പഠിക്കുന്നു, രണ്ടാമത്തെ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഏറ്റവും കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് തൈറോയിഡിൻ്റെ അസുഖമുണ്ട്. സ്ഥിരം ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ ശരീരത്തിന് ആകെ നീരുമാണ്. അതുകൊണ്ട് എനിക്ക് നിന്ന് ജോലി ചെയ്യാനോ ഒത്തിരി സമയം നിൽക്കുവാനോ പറ്റുന്നില്ല. ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കൈപിടിച്ചുയർത്തും. എൻ്റെ കഴിഞ്ഞ മാസം ഒത്തിരി പൈസ കൊണ്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ ഞെരുക്കങ്ങളും എനിക്കുണ്ടായി. എൻ്റെ ദൈവം എന്നെ കൈപിടിച്ചുയർത്തി ഒത്തിരി കടങ്ങളും എൻ്റെ സ്വർണവും പടയത്തിരുന്നിട്ട് എല്ലാവർക്കും തന്നെ ദൈവം ന്യായവായ നന്ദി. അമ്മേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഈ മകളെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഈ അതുപോലെ തന്നെ
14 വയസ്സ് തൊട്ടുള്ള തുടങ്ങിയ ചുഴലി എന്ന് പറയുന്നത് 46 വയസ്സായിട്ട് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2.5 വർഷമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം 1-ാം ചൊവ്വാഴ്ച ഈ മകൾ മുടങ്ങാതെ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഇപ്പം ഒരസുഖവും വരാറില്ല. അത് ജോലിക്ക് പോയി നല്ല മത്സ്യപിടുത്തം കിട്ടുകയും ചെയ്ത് നമുക്ക് കരങ്ങളടിച്ച് ശക്തമായിട്ടൊന്ന് മഹത്വപ്പെടുത്തുക. എന്താണ് വിളിച്ചിട്ടെന്താ വരാത്തത്? മേരി ജോൺ. അതെ, വാ, പേര് പറ. എൻ്റെ പേര് മേരി ജോൺ, കണ്ണങ്കരയിടയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനം പത്രം വഴി എനിക്ക് ലഭിച്ച 2 അനുഗ്രഹങ്ങൾ പറയുന്നതിനാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറേയും അതുപോലെ വടക്കേ അതിനും എലികൾ മാളമുണ്ടാക്കി ഭയങ്കര ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അതിൻ്റെയും അയൽവാസിയുടെ നടന്നതിൻ്റെ അവിടെ മാളത്തിൽ അടച്ച് കൃപാസനം പത്രം അതിന് മുകളിൽ വെച്ച് അമ്മ മാതാവേ ഇത് മാറ്റി ഇല ഒഴിഞ്ഞു പോകാൻ ഇടയാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്നും പിന്നെ നന്ദിയായിട്ട് കൃപാസനം പത്രം വായിച്ച് സുശേഷകളെ കൊടുക്കാമെന്നും പറഞ്ഞിരുന്നു. അതും പ്രകാരം ഈ മണ്ണ് നിറച്ച് ആ പാത്രം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എലികളെല്ലാം ഒഴിഞ്ഞു പോയി. ഇപ്പോൾ 2 മാസമായിട്ട് ആ ശല്യമില്ല. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുക്കള മുറ്റത്തില്ല നല്ലൊരു മാവ്, അതിൻ്റെ വീടിൻ്റെ തണൽ നൽകുകയും നന്നായിട്ട് മാങ്ങ കായ്ക്കുകയും ചെയ്യുമായിരുന്നു. അത് പൊടുന്നതിന് പെട്ടെന്ന് അതിനകത്ത് പശ ഇറങ്ങി അങ്ങനെ സാധാരണ കപ്പിലാവിനും മറ്റു വന്നു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ കൃപാസനം പത്രം ഈ പശയുടെ മുകളിൽ കൊണ്ട് ഒട്ടിച്ച് വെച്ച് മാതാവ് ഇത് മാറ്റി തന്നെ ഈ മാവ് രക്ഷപ്പെടാൻ ഇടയാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന് ഫലമായി പിറ്റേ ദിവസം തൊട്ട് പശ തരുന്നതിൽ നിന്ന് മാവ് രക്ഷപ്പെടുകയും ചെയ്തു. ഈ മാതാവിന് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പറഞ്ഞത് വ്യക്തമായെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതൊരു പുതിയൊരു സാക്ഷ്യമാണ്. എലിയുടെ ശല്യം വീട്ടിൽ പറമ്പിൽ മുഴുവനും. ഉടനെ തന്നെ ആ അമ്മച്ചി എന്താ ചെയ്തത്? എലിമാളത്തിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ കൃപാസനത്തിൻ്റെ പത്രം കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ മാവ് വളരെ സ്നേഹിക്കുന്ന ഒരു അമ്മച്ചിയാണ്. ആ മാവിലെന്ന് പറയുന്നത് ഇടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞിട്ട് ഇങ്ങനെ പശ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പം മാവ് ഉണങ്ങിപ്പോകുമോ എന്ന് ആരോ പറഞ്ഞ് അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെയും കൊണ്ടുപോയി വെച്ച് പത്രം വെച്ച് പ്രാർത്ഥിച്ച് എന്തായാലും മാവിലെ ആ പശയിൽ നിന്ന് എലി ശല്യം മാറി. നമുക്ക് കരങ്ങളടിച്ച് ശക്തമായിട്ടൊന്ന് സ്തുതിക്കാം. കാര്യം നിസ്സാര കാര്യങ്ങൾ പോലും അറിയുന്നവനാണ്, ഹൃദയ പരമാർത്ഥത അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അടുത്ത ആൾ വരിക, ഗ്രേസി തങ്കച്ചൻ. ഈ പറയുന്നവരൊന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് വിട്, ഇല്ലെങ്കിൽ അടുത്ത ആളെ പറഞ്ഞു വിടുക. ഇല്ലാത്തവർ ഇനി വിളിക്കുന്നവരില്ലെങ്കിൽ അവരെ ഇന്ന് സാക്ഷ്യം ഇവിടെ പറയിപ്പിക്കത്തില്ല. എത്ര സമയമാണ് പോകുന്നത്? ഇനി പറയുന്നവരെ പേര് 2-3 പ്രാവശ്യം വിളിച്ചിട്ട് ഇനി പറയുന്നവരില്ലെങ്കിൽ 1 പ്രാവശ്യം വിളിച്ചിട്ട് പറയുന്നില്ലെങ്കിൽ അവരിനി പറയണ്ട. പേര് പറഞ്ഞു. എൻ്റെ പേര് ഗ്രേസി തങ്കച്ചൻ, ചേർത്തലയിൽ നിന്ന് ഞാൻ വരുന്നു. എൻ്റെ ഇളയ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ ഇളയ മോൾക്ക് SLCക്ക് അവൾക്ക് മോഡൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ എല്ലാ വിഷയത്തിനും തോറ്റിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രിൻസിപ്പാൾ എന്നെ വിളിച്ചേച്ചും ചോദിച്ച് മോൾക്ക് എന്ത് പറ്റി? അവൾ A+ വാങ്ങിക്കേണ്ട കുട്ടിയായിരുന്നല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. വീട്ടിൽ വന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞ് അച്ഛൻ്റെ ലൈറ്റ് ദ ക്യാൻഡ് തെളിക്കാൻ പറഞ്ഞു. അത് തെളിച്ചു. അത് റിസൾട്ട് വന്നപ്പോൾ 94% അവൾ പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ ട്രയൽ വരുന്നു അവൾക്ക് കണിച്ചുകുളങ്ങര SN ട്രസ്റ്റിൽ നിന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇഷ്ടമില്ല സ്കൂളിൽ പോകാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ഏത് സ്കൂളാണ് ആവശ്യം? അപ്പോൾ അവൾ പറഞ്ഞ് ചേർത്തല ഗേൾസ് സ്കൂളാണ് എനിക്ക് ആവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനത്തിലെ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് 3 കൊന്ത ചൊല്ലാൻ പറഞ്ഞു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ അവൾക്ക് ഗേൾസ് കിട്ടുകയും ചെയ്തു. മാതാവിനും തിരുക്കുമാനും 1000 നന്ദി പറഞ്ഞുകൊണ്ട്. വളരെ നല്ല സാക്ഷ്യമാണ്, വ്യക്തമായിരുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് മഹത്വപ്പെടുത്തട്ടെ. പ്രിൻസ് ഫ്രാൻസിസ് അടുപ്പിച്ച് വെച്ച് ചുരുക്കി പറയുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ മോന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. മോന് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ അവന് വളരെ മാർക്ക് കുറവായിരുന്നു. പിന്നെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ജനുവരി 1 ചൊവ്വാഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവന് വേണ്ടി കരഞ്ഞ് മാതാവിനോട് അപേക്ഷിക്കുകയും ചെയ്തു. നല്ല മാർക്കോടുകൂടി അവൻ ജയിക്കുവാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അവന് 93% മാർക്കോടുകൂടി അവന് വൻ വിജയം കൊടുത്ത് മാതാവും ഈശോയും അവനെ
അവനെ അനുഗ്രഹിച്ചു. അവൻ പഠിച്ച സ്കൂളിൽ തന്നെ അവന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ മോൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സാക്ഷ്യം. മോളുടെ പേര് ഫ്ലോറ എന്നാണ്. ആദ്യത്തെ പ്രസവം അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ശരീരത്തെ നീര് കൂടുതൽ കണ്ടപ്പോൾ ഡോക്ടർ പോലും പേടിച്ച് അവൾക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു. 2 കട്ടിൽ വേണമായിരുന്നു അവളെ കിടത്താൻ. അതുപോലെ അവിടെ ശരീരത്തെ നീരായിരുന്നു. രണ്ടാമത്തെ പ്രസവം എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുക്ക പറയുകയും ഇവിടുത്തെ പത്രം കൊണ്ടുവന്ന് മോൾക്ക് കൊടുക്കുകയും ഇവിടുത്തെ തേനും തിരിയും എല്ലാം കൊടുത്ത് അവൾക്ക് രണ്ടാമത്തെ ഓപ്പറേഷൻ ഒരു കുഴപ്പമില്ലാതെ നടക്കുകയും ചെയ്തു. ഈശോയും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരങ്ങൾ അടുത്തമായിട്ടൊന്ന് മഹത്വപ്പെടുത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതി. അടുത്ത ആൾ വരിക ദിവ ഡ്യൂക്ക്. അതിൻ്റെ അടുത്ത ആൾ ലിമ സേവിയർ. എൻ്റെ പേര് ദീപ ഡ്യൂക്ക്. ഞാൻ ചേനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ മാർച്ച് 23-ന് എൻ്റെ ഹസ്ബൻഡിന് ബൈക്ക് ആക്സിഡൻറ്റ്, റോഡിൽ നിന്നപ്പോൾ ബൈക്ക് വന്നിടിച്ചു. ആ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലുന്നായിരുന്നു. അപ്പം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന. അപ്പം ഞാൻ അന്ന് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന 2 ദിവസം മുമ്പ് മെഴുകു കത്തിക്കാൻ ചെന്നപ്പം അതിൻ്റെ താഴെ മെഴുകുതിരി ഉരുകി ഹാർട്ടിൻ്റെ ഷേപ്പായിട്ട് വന്നു. ഒരിക്കലും അങ്ങനെ ഹാർട്ടിൻ്റെ ഷേപ്പായിട്ട് മെഴി വന്ന് നിൽക്കുകയില്ല. പക്ഷേ അത് തിരി കത്തിച്ചിട്ടും ആ തിരിയുടെ ചൂട് കൊണ്ടും അത് ഉരുകിപ്പോയില്ല. അപ്പം ഞാൻ ഒത്തിരി മാതാവിൻ്റെ സ്നേഹം എന്നോട് പറഞ്ഞതാണെന്ന് വിചാരിച്ചു. 3 ദിവസം കഴിഞ്ഞ് ആക്സിഡൻറ്റ് നടന്നു. ആക്സിഡൻറ്റിൽ ഡൂക്കിനെ കിട്ടുകയില്ലെന്ന് എല്ലാവരും വിധി എഴുതി. അത് കഴിഞ്ഞ് സർജറി നടന്നു. പ്രാർത്ഥനയിൽ സർജറി കഴിഞ്ഞ് ഇൻഡോ അമേരിക്കയിലായിരുന്നു. തലയുടെ ബ്രെയിൻ മൊത്തം പോയി കിടക്കുകയാണ്, ആളെ കിട്ടുകയില്ലെന്ന് പറഞ്ഞു. അപ്പം 3-4 ദിവസം കിടക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 ദിവസം കഴിഞ്ഞിട്ട് പറയാം, ചിലപ്പം ഒന്നും പറയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എല്ലാവർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഡൂക്കിനെ തിരിച്ചു വേണം, 4 കുഞ്ഞുങ്ങളുടെ അപ്പനെ അവരെനിക്ക് തിരിച്ചു വേണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് തപസ് കൂടിക്കോളാം. തപസ് കൂടി കഴിയുമ്പം എനിക്ക് നാളെ വെന്റിലേറ്റർ മാറ്റുമ്പോൾ ഡൂക്ക് നോർമലായിട്ട് ശ്വാസം എടുക്കണം, അത് നടന്നു കിട്ടണമെന്ന് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഈ ഹാർട്ടിൻ്റെ ഷേപ്പ് ഞാൻ മറന്നു പോയായിരുന്നു. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഈ മാതാവ് ഹാർട്ടിൻ്റെ സിമ്പൽ എൻ്റെ കാണിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ സ്നേഹം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഞാനിത് നേരത്തെ അറിയിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വെന്റിലേറ്റർ മാറ്റിയപ്പോൾ ഡൂക്ക് നോർമലായിട്ട് ശ്വാസം എടുത്തു. ഭയങ്കര എല്ലാവർക്കും സന്തോഷം, എല്ലാം നോർമലായിട്ട് തീർന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഡൂക്കിൻ്റെ ശരീരത്തിൽ കയറാത്ത ഇൻഫെക്ഷൻ ഒന്നുമില്ല. മെനിഞ്ചൈറ്റീസ് ആയിട്ടും ഓരോന്നും കയറി ഡോക്ടർമാർ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഞാൻ അച്ഛനെ കാണാം, ചിലപ്പോൾ 3 വർഷം എടുക്കും സെൻസ് ആകാൻ, ഒരു സൈഡ് തളർന്നു പോയി, സംസാരിക്കുകയില്ല എന്നെല്ലാം പറഞ്ഞു. ഞാൻ അച്ഛനെ കാണാൻ ഇവിടെ വന്നു. ദമ്പതിയാണ് ഞങ്ങൾ കൂടിയതാണ്. ആദ്യത്തെ 1 കൂടി, രണ്ടാമത്തെ കൂടാൻ ഡൂക്കിന് പറ്റിയില്ല. ഞാൻ വന്നു. ഡൂക്ക് IC കിടക്കും, വെന്റിലേറ്റർ കിടക്കുമ്പോൾ ഞാൻ വന്നു ഇവിടെ. അപ്പോൾ അച്ഛൻ എന്നോട് പിറ്റേ ദിവസം പറഞ്ഞു, മോളെ കുഴപ്പമൊന്നുമില്ല, സെൻസും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് വരും, ഇച്ചിരി സമയം എടുക്കും, പ്രാർത്ഥിച്ചോ, മാതാവിൻ്റെ കീഴെ വന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇവിടെ ഈ കുരിശിൻചോട്ടിൽ വന്ന് ഞാൻ നന്നായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാണെങ്കിലും അത് കഴിഞ്ഞപ്പോൾ തൊട്ട് മെഡിക്കൽ സയൻസിനെ അസാധ്യമാക്കിക്കൊണ്ട് ഡൂക്ക് 6 മാസം വെന്റിലേറ്റർ കിടക്കണമെന്ന് പറഞ്ഞ ഡൂക്ക് 1.5 മാസം കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് 6 മാസമൊക്കെ ആയപ്പോൾ ഡൂക്ക് തളർന്നു കിടന്ന ഡൂക്ക് എണീറ്റ് നടന്നു. പിന്നെ ഇപ്പം ഡൂക്ക് സംസാരിക്കത്തില്ല, സംസാര അക്ഷരം പറഞ്ഞു വരുന്നു. ബാക്കി എല്ലാം ഓക്കെ, കാർ ഓടിക്കും, വണ്ടി ഓടിക്കും, കുഴപ്പമൊന്നുമില്ല. ഞാൻ നന്ദിയായിട്ട് ഈ മെയ് മാസത്തിൽ തപസ് കൂടാൻ ഇവിടെ എത്തിയായിരുന്നു. തപസ് കൂടാൻ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു ഡിമാൻഡും വെച്ചില്ല, ഞാൻ നന്ദിയായിട്ട് മാത്രമേ ഈ തപസ് കൂടിയുള്ളൂ. പിന്നെ ഡൂക്ക് സംസാരിക്കണം. അടുത്ത മെയ് മാസം എനിക്ക് കുടുംബസമേതം ഇവിടെ വന്ന് സാക്ഷിയായിട്ട് ഡൂക്ക് സംസാരിച്ച് തപസ് കൂടാൻ അനുഗ്രഹം തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മെയ് മാസം തമസ് കൂടി കഴിഞ്ഞപ്പോൾ തൊട്ട് ഡൂക്കിച്ചിയുടെ അക്ഷരങ്ങൾ കൂടുതൽ പറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഡൂക്കിനെ കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എൻ്റെ മോള് 5 വയസ്സുണ്ട്, ജസീന്ത എന്നാണ് പേര്. 1 മാസം മുമ്പ് രാത്രിയിൽ അവളെ കയ്യിലെന്തോ കടിച്ചു, രാത്രിയിൽ എന്തോ വിഷമുള്ള സാധനം, പെട്ടെന്ന് അങ്ങ് കൈ നീര് വെച്ചു. ഞാൻ ആ കാഷ്വാലിറ്റി കൊണ്ട് രാത്രി തന്നെ
ഈ വിഷത്തിനുള്ള ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് നോർമൽ, ഇഞ്ചക്ഷൻ എടുത്തു, ഇനി ഒന്നും ചെയ്യണ്ട, നാളെ തൊട്ട് നീര് കുറയുമെന്ന് പറഞ്ഞു. പക്ഷേ നീര് കുറഞ്ഞില്ല. പിറ്റേ ദിവസമായപ്പോൾ നീര് കൂടി. ഇന്ന് രാത്രി ആയപ്പോഴത്തേനും കൊച്ചിൻ്റെ കൈ അങ്ങ് ചുമന്ന് നീര് വെച്ച് കുറച്ച് കരച്ചിലും ചൊറിച്ചിലും ഭയങ്കര വഴക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ വിഷമുണ്ട്. പക്ഷെ അത് മെഡിക്കൽ സയൻസ് സ്കാൻ ചെയ്തിട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടോ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവമുണ്ട്. ഞാൻ അന്ന് രാത്രി ഇവളോട് പറഞ്ഞു, മോളെ നമുക്ക് മാതാവിൻ്റെ കൃപാസനത്തിൽ പത്രം പൊതിഞ്ഞ് വെച്ച് കെട്ടിക്കിടന്നുറങ്ങാം, മോളെ അസുഖം മാതാവ് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസനത്തിൽ പത്രം കെട്ടി വെച്ച് കിടന്നു. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന കൊച്ച് രാത്രി ഒന്ന് കിണുങ്ങുക പോലും ചെയ്യാതെ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോഴത്തേന് അവളെ കയ്യിലെ നീരെല്ലാം ചുങ്ങി, അവളെ കൈക്ക് ചൊറിച്ചില്ല, വേദനയില്ല, എല്ലാ സംഭവങ്ങളും മാതാവ് മാറ്റി തന്നു. അതുപോലെ തന്നെ ഈ മെയ് മാസത്തിൽ ഞാൻ തപസ്സിന് വരുമ്പോൾ എൻ്റെ വായുടെ ഒരു സൈഡിൽ വേദന, ബോണിന് വേദന അനുഭവപ്പെടാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഞാനിവിടെ ഒന്നും അതിനെപ്പറ്റി ഒന്നും ബാധിച്ചില്ല. തപസ് കൂടി വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ സൈഡ് മൊത്തം അങ്ങ് നീര് വെച്ചു. നീര് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എന്നെ കാണുന്നതെല്ലാം ചോദിച്ചു, എന്നെ ദീപ വായിക്കാത്ത നീര്. ഞാൻ പറഞ്ഞു നീരുണ്ട്, വേദനയും വാ. അപ്പോൾ ആശുപത്രി കാണിക്കും. അപ്പം ഞാനിങ്ങനെ കാണിച്ചെല്ലാം പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട്, മോണ മൊത്തം പഴുത്ത് ചുമന്ന് ഈ ക്യാൻസർ രോഗിയുടെ വായിരിക്കുന്ന പോലെയാണ് എൻ്റെ മോണയെല്ലാം ഇരിക്കുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് എന്തോ അസുഖമാണ്, എനിക്കറിയാം, നല്ല വേദനയുണ്ട്, വായ അനക്കത്തില്ല, വാ കണ്ടാലും അറിയാം. ഞാൻ പറഞ്ഞു മാതാവ് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന 4 കുഞ്ഞുങ്ങളുണ്ട്, ഡൂക്കുണ്ട്, എനിക്ക് അസുഖം വന്നാലും സഹിക്കാൻ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ സഹിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്രയും ആൾക്കാരുണ്ട്, അതുകൊണ്ടുകൊണ്ട് മാതാവിന് ഇഷ്ടം എന്താണോ അതുപോലെ എൻ്റെ ലൈഫിൽ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പത്രത്തിൻ്റെ കുറച്ച് ഭാഗം കീറി എൻ്റെ വായുടെ ചൊടിക്കകത്ത് വെച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങി. എന്നാണ് മാതാവിൻ്റെ ഇഷ്ടം പോലെ വ്യക്തമായി വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിൻ്റെ കൊടുത്ത് കിടന്നു. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ തൊട്ട് വായിൽ ആ പത്രം അതുപോലെ ഇങ്ങനെ ഇതായിട്ടിരുന്നു. വന്നാലും പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റപ്പോൾ തൊട്ട് എൻ്റെ വായിൽ നിന്ന് ആ നീര് കുറയാനും എൻ്റെ ഇത് മോണ ക്ലിയർ ആകാനൊന്നും 2-3 ദിവസം കൊണ്ട് ഒരാഴ്ചയിലും കാണിക്കാതെ അത് നല്ലതായിട്ട് സൗഖ്യപ്പെട്ട് ഒരു നീരും ഇല്ലാതെ സൗഖ്യമായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് സാക്ഷ്യം കേട്ട് ജീവിക്കുന്ന സാക്ഷ്യമാണ്. വലിയൊരു കുടുംബമാണ്. പിന്നെ ആ 4 കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും പ്രത്യേകം നമുക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ, ആരാധന കർത്താവേ, പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത അല്പം സാക്ഷ്യം കൂടെ ഉണ്ട്. റോമി റോജൻ റെഡിയായി നിൽക്കുക. കുഞ്ഞമ്മ 47, ജോസഫ് മാത്യു 46, ഷീബ ബിനോയ് അത് 45 പുറന്നോട്ടാണ് എടുത്തു പോയത്. ഷിജി മാത്യു 44, ഭീമ കണ്ണൻ 43, മറിയൻ ജോസഫ് 42, രമ്യ ലിയോൺ 41. അപ്പം നമുക്ക് ആദ്യമേ രമ്യ ലിയോൺ ആദ്യം വരിക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാനിപ്പോൾ 2ാമത്തെ സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഈശോ എനിക്ക് കുറേ നാളായിട്ട് ഒരിച്ചെന്ന് പറയുന്ന പോലെ തലവേദന ഉണ്ടായിരുന്നു. പനി വന്നിട്ട് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല. മരിയൻ ദിവസം കൂടാനായിട്ട് കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം നിലവിളിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ എത്തിയത്. ആരാധന മുറി കയറി വെച്ച് ഞാൻ പറഞ്ഞു, ഈശോയെ വൈദ്യന്മാരുടെ വൈദ്യൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ അസുഖം അവിടുന്ന് തന്നെ മാറ്റി തന്നെ. ഇവിടെ വന്ന് മാതാവിലേക്ക് സങ്കടമൊക്കെ പറഞ്ഞ് തല പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ചെന്ന് അച്ഛൻ പറഞ്ഞു, കരയണ എന്താടി നീ? ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് തലവേദന ഉണ്ട്, മുടിയൊക്കെ കൊഴിഞ്ഞു പോകണം, നീ പേടിക്കണ്ട, ഇവിടെ വാ എന്ന് പറഞ്ഞ് കാസയുടെ ഇപ്പുറത്ത് നിർത്തി കുട്ട് നിർത്തിക്കാൻ പറഞ്ഞ് എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നെറ്റിത്തടുത്ത് കുരിശിട്ട് വെച്ചു. അച്ഛൻ മാതാവിനെ നോക്കി.
അന്നേച്ചാൽ എന്നോട് പറഞ്ഞ് കർത്താവിൻ്റെ അമ്മ നിന്നെ സാക്ഷ്യം പറയാൻ ഇടയാക്കും. അന്നോട്ട് ഇന്ന് വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. യേശുവിന് സ്തോത്രം. നമുക്ക് കരങ്ങൾ അടിച്ച് ശക്തമായിട്ടൊന്ന് മഹത്വപ്പെടുത്തിക്കേ. അടുത്തത് മറിയം ജോസഫ്. അതിൻ്റെ അടുത്താളെന്ന് പറയുന്നത് ഭീമ കണ്ണൻ. അതിൻ്റെ അടുത്താളെന്ന് പറയുന്നത് ഷീബ ബിനോയ്. റെഡിയായി. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് മറിയം ജോസഫ്. ഞാൻ തുമ്പോളിയിൽ നിന്ന് വരുന്നു. 6 വർഷമായി എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകുന്നതിനാൽ എൻ്റെ മോൻ്റെ ആതുർബാനം എല്ലാവരും വിളിച്ച് നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഫലമായി എത്രയും പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ പരവാസ്തോലിയും മോൻ്റെ ആതുർബാനിയും ഒരേ ദിവസം അതിയായ ഭംഗിയായ രീതി നടത്താൻ സാധിച്ചു. കൂടാതെ എൻ്റെ യൂട്രസിൽ 3 മുഴയുണ്ടായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന എടുത്ത് ചെല്ലാൻ പറഞ്ഞതിൻ്റെ ഫലമായി ഓപ്പറേഷൻ ഭംഗിയായി നടക്കുകയും 4ൻ്റെ അന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വരാൻ സാധിച്ചു. യേശുവും തിരുക്കുമാരനും മാതാവും ചെയ്തു തന്ന എല്ലാ ഉപകാരത്തിനും 1000 നന്ദി പറയുന്നു. നമുക്ക് കരങ്ങൾ അടിച്ച് ശക്തമായിട്ടൊന്ന് മഹത്വപ്പെടുത്തിക്കേ. പോരാ, ഉയർത്തി അടിച്ചൊന്ന് മഹത്വപ്പെടുത്തിക്കേ. അടുത്ത ആള് ഭീമ കണ്ണൻ. ഭീമ, ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരുന്നത് എൻ്റെ കടബാധ്യതയുമായിട്ടായിരുന്നു. 5.5 ലക്ഷം രൂപയോളം എനിക്ക് കടബാധ്യത ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ വിടണമെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു. ഇവിടെ വരുന്നതോ ഇവിടുത്തെ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഒരമ്മച്ചി എനിക്കൊരു പത്രം തന്ന ആ പത്രത്തിലുള്ള അഡ്രസ്സും പേരാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് 6 മാസത്തിനുള്ളിൽ എൻ്റെ കടബാധ്യതകളെല്ലാം തീർത്ത് ഞങ്ങളിന്ന് സന്തുഷ്ടരാണ്. യേശുവേ സ്വസ്ത്രം. കരങ്ങളടിച്ച് ശക്തമായിട്ടൊന്ന് മഹത്വപ്പെടുത്തിക്കേ. പ്രാർത്ഥനകളൊന്നും എനിക്ക് നന്നായിട്ട് അറിയത്തില്ല, എങ്കിലും യേശുവിനും നന്ദി പറയാൻ അറിയാം. അടുത്തത് ഷിജി മാത്യു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ഷീബ ബിനോയ്. ഞാൻ കൈനകരിയിൽ നിന്ന് വരുവാണ്. എനിക്ക് കഴിഞ്ഞ ആഗസ്റ്റിൽ വയറിനകത്ത് ഭയങ്കര വേദനയും മൂത്രത്തിൽ പഴുപ്പ് മാറാതെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഗർഭപാത്രത്തിനകത്തൊരു ഫൈബ്രോയിഡും ഉണ്ട്. കിഡ്നിയുടെ സൈഡിലായിട്ടൊരു 4 ഇഞ്ച് വലുപ്പത്തിൽ 4 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള കല്ലും ഉണ്ടെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കുഴലുള്ളിലിടണം, ട്യൂബ് ഇടണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് BP ഒക്കെ ഉള്ളതുകൊണ്ട് പേടിയായിരുന്നു. ഞാൻ അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്ക് പേടിയാണെങ്കിൽ നീ ഓപ്പറേഷൻ ചെയ്യേണ്ട, നിനക്ക് ഇത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചോ, ഹോമിയോ മരുന്ന് തന്നെ കഴിച്ചാൽ മതി, ഇംഗ്ലീഷിൽ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ച് ഇപ്പോൾ 1 വർഷമായി. പിറ്റേ 1 മാസമായപ്പോൾ തന്നെ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ ആ കല്ല് പൊടിഞ്ഞ് 2ആയി മാറിയായിരുന്നു. പിന്നെ എനിക്ക് ഇന്ന് വരെ ഇൻഫെക്ഷനോ വയറുവേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല. കൂടാതെ കഴിഞ്ഞ മാസത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഭയങ്കര തലവേദനയും കണ്ണ് വിങ്ങി നീർക്കെട്ട് പോലെ ആയിരുന്നു. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ണിന് വീക്കമുള്ള ഒരു മോളെ സുഖപ്പെടുത്തുന്നുണ്ട്, കണ്ണിൻ്റെ അസ്വസ്ഥത മാറിക്കിട്ടുന്നുണ്ട്, തലയ്ക്ക് ഭയങ്കര മരവിപ്പൊക്കെയായിരുന്നു, ഇപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. കൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ കാലിലൊരു എല്ല് വളരുന്നുണ്ടായിരുന്നു ഉപ്പൂറ്റിയുടെ പുറകിൽ. അസ്ഥി ഡോക്ടറെ കാണിച്ചാൽ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണം, ചെയ്താലും വീണ്ടും വരുമെന്ന്. ഞാൻ ഇവിടെ നിന്നുള്ള പ്രാർത്ഥന ഉടമ്പടിയും പ്രാർത്ഥന ചൊല്ലുകയും ഇതിൽ ഒലിവെണ്ണ തേച്ച് വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അച്ഛൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഉപ്പൂറ്റി 2ആയിട്ട് തോന്നുന്ന ഒരു വ്യക്തിയുടെ കാലിൻ്റെ പൂർണ്ണമായിട്ട് മാറ്റി തന്നു. ഇന്നിപ്പം 3-4 മാസമായി എൻ്റെ ഭർത്താവിന് ഇതുവരെ അവിടെ എല്ലാം ഒന്നുമില്ല, എല്ലാം പൂർണ്ണമായിട്ട് മാറ്റി. അമ്മ തന്നിരിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ അടിച്ച് ശക്തമായിട്ട് മഹത്വപ്പെടുത്തുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ഷിജി മാത്യു. ഞാൻ തത്തമ്പള്ളി ഇടവയിൽ നിന്ന് വരുന്നു. ഒരു 4 മാസമായിട്ട് എനിക്ക് തലവേദന സഹിക്കാൻ മേലായിരുന്നു. അതുകൂടാതെ തന്നെ ചെവിക്കകത്ത് ഭയങ്കര വേദനയും ചൊറിച്ചിലും, ആ സൈഡിൽ തന്നെ പെടലിക്കും ഞരമ്പിന് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ കൊണ്ട് ഡോക്ടറിനെ കാണിച്ചിട്ട് അവിടുന്ന് വന്ന മരുന്നെല്ലാം കഴിച്ചിട്ട് എനിക്കൊരു കുറവുമില്ലായിരുന്നു. ചെവിക്കകത്തെ ചൊറിച്ചിലിനും വേദനയ്ക്കും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. എനിക്ക് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഉടനെ വന്ന് എന്തെങ്കിലും എടുത്ത് ചെവിക്കകത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു, എന്നാലും ആ ചൊറിച്ചിനൊരു ആശ്വാസം കിട്ടത്തുള്ളായിരുന്നു. അവസാനം ഞാൻ അമ്മയെ വിശ്വസിച്ച് അമ്മയുടെ ഒലിവെണ്ണയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് എൻ്റെ ചെവിയിലോട്ട് ഒഴിച്ചു അന്ന് രാത്രി തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ചെവിയുടെ സകലവിധ വേദനകളും അസ്വസ്ഥതകളും എല്ലാം മാറിക്കിട്ടിയെന്ന്. അത് കഴിഞ്ഞ് പല്ലിൻ്റെ ഒരു അസ്വസ്ഥത കാരണം ഞാൻ ഡോക്ടറുടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് അടഞ്ഞിരുന്ന ചെവിയൊക്കെ തുറന്ന് കിട്ടി, ENT സംബന്ധമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, എല്ലാം പൂർണ്ണമായിട്ടും സൗഖ്യമായെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ഒലിവെണ്ണയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുട്ട് മടക്കാനും നിവർത്താനും കുത്തിയിരിക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. 1 വർഷമായി ഇന്ന് വരെ എൻ്റെ മുട്ടിനൊരു കുഴപ്പമില്ല. ഒലിവെണ്ണയിട്ട് എൻ്റെ പാദത്തിൻ്റെ അവിടെ 2 മുഴ ഉണ്ടായിരുന്നു.
അത് ഞാൻ ഒലിവെണ്ണയിട്ട് തടവി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോഴും 1 വർഷമായി. ആ മോഴ എനിക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. കരങ്ങൾ അടിച്ച് ശക്തമായിട്ടൊന്ന് മഹത്വപ്പെടുത്തിക്കേ. അടുത്തത് ജോസഫ് മാത്യു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ജോസഫ്, സ്ഥലം ചമ്പക്കുളം. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അവന് നേഴ്സിംഗ് കഴിഞ്ഞ് 3-4 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പല ഇൻ്റർവ്യൂവിനും പങ്കെടുത്തിട്ടും അവന് ലഭിച്ചില്ല. കൂടാതെ 5-6 പ്രാവശ്യം IELTS പരീക്ഷ എഴുതി, അതിനും വിജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ അവനെ സ്റ്റുഡൻസ് വിസയിൽ കാനഡയ്ക്ക് പോയി. കാനഡയിൽ അവിടെ ചെന്നിട്ടും നല്ലൊരു ജോലി അവന് ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഈ കൃപാസനം പത്രം എനിക്ക് ബിയാനിപ്പള്ളിയിൽ പോയ കൂട്ടത്തിൽ ലഭിക്കുകയും അതനുസരിച്ച് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ പറഞ്ഞ് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഉടമ്പടി ചെയ്ത് ഞാൻ പറഞ്ഞിരുന്ന പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ച് എൻ്റെ വെളിച്ചത്തിൽ 2 മാസം മുമ്പ് എൻ്റെ മകന് കാനഡയൻ പൗരന്മാർക്ക് മാത്രം ആവശ്യപ്പെട്ട ഒരു ജോലിയിൽ 2 പോസ്റ്റുകളിൽ ഒരു ജോലിയിൽ അവനെ നിയമിക്കാൻ ഇടയാക്കി തന്നതിന് അമ്മ ലഭിച്ച ഈ അനുഗ്രഹമൊക്കെ ഏറ്റവും വലിയ സന്തോഷത്തോടെ നന്ദി അർപ്പിക്കുന്നു. കൂടാതെ അവൻ്റെ ഭാര്യയ്ക്ക് തടസ്സം കൂടാതെ തന്നെ നമ്മൾ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്കും കാനഡയിൽ എത്തിച്ചേരാൻ സാധിച്ചു. 2 സന്തോഷമായി ഇപ്പോൾ കഴിയുന്നു. അമ്മ വഴി ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹമൊക്കെ ഞാനും എൻ്റെ കുടുംബവും 1000 നന്ദിയും അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പറഞ്ഞതെന്ന് പറഞ്ഞ ഉടമ്പടി പ്രാർത്ഥന എടുത്ത് പ്രാർത്ഥിച്ച് കാനഡയിലെ പൗരന്മാർക്ക് മാത്രം ലഭിക്കേണ്ട ജോലിയാണ് മകന് ലഭിച്ചത്. അതുപോലെ തന്നെ മകൾക്കും കിട്ടിയ ഈ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് ശക്തമായിട്ടൊന്ന് മഹത്വപ്പെടുത്തിക്കുക. അടുത്ത ആൾ കുഞ്ഞമ്മ, അഴീക്കൽ വെട്ടയ്ക്കൽ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് കുഞ്ഞുഞ്ഞമ്മ. ഞാൻ വെട്ടയ്ക്ക് ആരാശിപുരം പള്ളിയുടെ അടുത്തുനിന്ന് വരുന്നു. ഞാൻ ജൂൺ മാസത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അനിയത്തിയുടെ അടുക്കൽ ഞാൻ പൊൻകുന്നത്ത് പോയി 1 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് കാറിനാണ് വന്നത്, ബസ്സിനല്ല വന്നത്. എനിക്ക് 2 കാലും ഞാൻ ഓപ്പറേഷൻ ചെയ്തതാണ്. അതുകൊണ്ട് ഭയങ്കര മഴയായിരുന്നു. ബസ്സിന് പോകാതെ കാറിന് വന്നതാണ്. കാറിന് വന്നിട്ട് ഞാൻ ചങ്ങനാശ്ശേരി സംഗീത എന്ന് പറയുന്ന കടയിൽ മാത്രമേ ഞാൻ കയറിയിട്ടുള്ളൂ. അതുവഴി എൻ്റെ ബാഗിലുണ്ടായിരുന്ന 1 ലക്ഷം രൂപ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ നോക്കിയില്ല. ഞാൻ പിറ്റേന്ന് ചൊവ്വാഴ്ചയാണ് ഞാൻ പോയത്. ബുധനാഴ്ച നോക്കിയില്ല. വ്യാഴാഴ്ച വെളുപ്പിനെ ഞാൻ എന്നും വെളുപ്പിന് 3 മണിക്ക് കുരിശ് വരയ്ക്കാൻ എഴുതേക്കും. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ അനിയത്തിന് എടുക്കുന്ന വേണ്ടുവന്ന രൂപ ഞാൻ എടുത്തു വെച്ചില്ലല്ലോ. അത് എന്ന് നോക്കുമ്പം രൂപ ഇല്ല. അന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ 1 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യും? അതുവഴി ഞാൻ ഒന്നും അനങ്ങാതെ അന്ന് വൈകിയോളം ഞാൻ അവിടെ കുത്തിയിരുന്നു. ഞാൻ ആരോട് പോയി ചോദിക്കാനാണ്? അതുവഴി ഞാൻ ഓർത്തു. രാത്രി കിടന്നപ്പോൾ എന്നോട് പറഞ്ഞു, എടീ നിനക്ക് കർത്താവില്ല, നീ കർത്താവിനോട് എന്ന് പറ. ഞാൻ വെളുപ്പിനെ 4 മണിക്ക് തങ്കീപ്പള്ളിയിൽ ചെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ അവിടെ എല്ലാം അടച്ചിരിക്കുക പള്ളി. കപ്പ്യാർ വന്നിട്ടില്ല. ഞാൻ കപ്പ്യാർ വരുന്നിടം വരെ വാതുക്കെ കുത്തിയിരുന്നു. കതക് തുറന്നു കഴിഞ്ഞപ്പം ഞാൻ അതുവഴി ഓർത്തു, അച്ഛൻ കുർബാനയെല്ലാം വരുമല്ലോ, അച്ഛനോട് പറയാം. അച്ഛനോട് പറഞ്ഞ് ഞാൻ നോക്കുമ്പം ബിയാരിച്ചനല്ല, വേറൊരു കൊച്ചച്ഛനാണ് വന്നത്. എനിക്ക് പരിചയമില്ല. ഞാനിവിടെ ഇല്ല. ഞാൻ എൻ്റെ വന്നിട്ട് എനിക്ക് പരിചയമില്ലാത്ത കാരണം ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞ് കുർബാനയും കൂടി കല്ലറജപവും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ എനിക്ക് 1 ലക്ഷം രൂപ ഞാനില്ലാതെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓർത്തു കൃപാസനത്തിൽ വരാം, അച്ഛനുണ്ടല്ലോ ഏതായാലും. അതുവഴി ഞാൻ അവിടുന്ന് ബസ് കയറി ഇവിടെ വന്നപ്പം ഇവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു സമയം കഴിഞ്ഞു പോയി, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞില്ല, പറ്റത്തില്ല, എനിക്കെന്താന്ന്. അപ്പോൾ അവർ പറഞ്ഞു എന്നാ ഉടമ്പടി എടുക്കണം. അത് ഞാൻ പറഞ്ഞാൽ എന്നാങ്കിലും എന്ത് ഉടമ്പടിയാണേലും കുഴപ്പമില്ല, എനിക്ക് താന്ന് പറഞ്ഞു. ഞാനതെല്ലാം കൂടെ കൊണ്ട് ഈ പെട്ടിയിലിട്ട് അവരെന്നെ വഴക്കും പറഞ്ഞു. എനിക്കറിയാവോ, ഞാനത് പെട്ടിയിലിട്ടു. എന്നിട്ട് അവർ വന്ന് തിരിച്ച് 2ാമത് അത് എടുപ്പിച്ചു. ഒരെണ്ണം എൻ്റെ കയ്യിലും തന്ന് ബാക്കി ഇട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛനെ കാണാതെ ഞാൻ വീട്ടിൽ പോയാലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കാണാൻ പറ്റിയാലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജീവിക്കത്തില്ല, എനിക്ക് ഒരു കാര്യമുണ്ട്. ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നു. ഓട്ടോ ഒന്നും പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ഞാൻ പിന്നെ ഓട്ടോയ്ക്ക് കൈ കാണിച്ചപ്പോൾ ആ കൊച്ചൻ നിർത്തി എന്നെ. ആ പള്ളി എനിക്കറിയത്തില്ല ആ പള്ളിയിൽ പോകാൻ. ഞാൻ അവിടെ കൊണ്ട് നിർത്തി. ഞാൻ ചെന്ന് അച്ഛനെടുക്കുമ്പോൾ അവിടെ ഒരുപാട് ആളുണ്ട്. ഞാൻ കണ്ട ഏറ്റവും അവസാനമാണെങ്കിൽ രാത്രിയിലെങ്കിലും അച്ഛൻ അവിടെ കിടക്കുമല്ലോ, അന്നേരം അച്ഛനെ കണ്ടിട്ടേ ഞാൻ പോകണുള്ളെന്ന് ഓർത്തു. അതുവഴി അച്ഛൻ എന്നെ കണ്ടപ്പോൾ എന്നെ അച്ഛനറിയാം. ഞാൻ അച്ഛനോട് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് അച്ഛനുമായിട്ട് പരിചയമുള്ളായിരുന്നതാണ്. അതുവഴി അച്ഛൻ പിന്നെ പറഞ്ഞാൽ അമ്മച്ചിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അമ്മച്ചി വരത്തുള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലച്ചാ,
അച്ഛനൊന്ന് എൻ്റെ ഇത് കേൾക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, അതിനെന്തെങ്കിലും പരിഹാരം അച്ഛൻ തന്നില്ലേ പിന്നെ എൻ്റെ ജീവൻ കാണില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുവഴി അമ്മച്ചിക്കോട്ട് കയറി നിൽക്കുമെന്ന് പറഞ്ഞ് എൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അമ്മച്ചി വിഷമിക്കാതെ വെക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ഞാൻ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ, അത് എൻ്റെ പേരോ അഡ്രസ്സോ ഒന്നുമില്ല, അത് അമേരിക്കൻ ബാങ്കിൻ്റെ കടലാസിൽ മാത്രമേ ഉള്ളൂ അതിലുള്ളത്. എൻ്റെ വീട്ടിൽ എനിക്ക് സാധനം ഇവിടെ കിടന്ന് കിട്ടി. ദൈവത്തിന് നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവിന് 1000 നന്ദി. അപ്പൊ കരങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ശക്തമായി ഉയർത്തിയടിച്ചെന്ന് മാത്രപ്പെടുത്തിക്ക്. റോമി റോജൻ അടുത്തത്. റോമി റോജൻ. എൻ്റെ പേര് റോമി റോജൻ, ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ദിവസം ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വലത്തെ കാൽപാദം മടങ്ങിപ്പോയി. ശക്തമായ വേദനയായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നീര് വച്ച് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പറഞ്ഞ് കൃപാസനത്തിൽ നിന്ന് സാക്ഷ്യം പറയാം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ രാത്രി ഒരു 10-11 മണിയായിട്ടും വേദന ഒന്നും കുറയാനുള്ള. അപ്പോൾ ആ ഞരമ്പ് പൊട്ടിയതിൻ്റെ ആ ഒരു മുട്ടൽ അവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് പ്രാർത്ഥിച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. ഞാൻ സാധാരണ നടന്നു. അന്നോട്ട് പിന്നെയും കളിക്കാനും പോയി. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ നന്ദി. നമുക്ക് ഈ മകനെ സമർപ്പിച്ചുകൊണ്ടൊന്ന് ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ചൊന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. ഒന്ന് ഇരുകരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. നമുക്ക് ലഭിച്ച എത്രയോ അനുഗ്രഹങ്ങളാണ്, എത്രയോ വലിയ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് ദൈവം ചൊരിഞ്ഞ ഈ വലിയ സാക്ഷ്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, നിൻ്റെ കരുണയെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, നിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക, ശക്തമായി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേൽക്കാം. എല്ലാവരും എഴുന്നേൽക്കുക.